നമുക്ക് മറ്റെല്ലാ പ്രൊഫഷനും ഒരു റിട്ടയർമെൻ്റ് ഉണ്ട്. കലയിലത് ഇപ്പോൾ ഡാൻസറാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ, കാരണം അത് ഫിസിക്കലി ആവശ്യമുള്ള കാര്യമാണ്, ഒരു സ്ട്രെയിൻ ഉള്ള കാര്യമാണ്. പക്ഷേ സംഗീതം അതിനൊന്നും ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഇല്ല എന്ന് മാത്രമല്ല, ഇത് ദിവസവും ഓരോ ദിവസവും നമ്മൾ പ്രൂവ് ചെയ്യണം. കാരണം അത് ദിവസവും നമ്മുടെ ശബ്ദം കൃത്യമായി സാധകം ചെയ്താൽ മാത്രമേ അത് നിലനിർത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് എവറി ഡേ വി ഹാവ് ടു പ്രൂവ് അവർ സെൽസ്. നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒന്നാണ് സംഗീതം. അത് ഏതായാലും സാധകം അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് എന്ന് പറയും. അത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഈ നാദം തുടങ്ങുന്ന ഇപ്പം 3-ാമത്തെ വർഷം, അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ പാടിയ നമ്മുടെ ഒരു ക്വാളിറ്റി ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ പാടുന്നത്. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ നമ്മുടെ എന്താ പറയണ്ടത്, സംഗീതത്തിൻ്റെ കുറച്ചുകൂടെ അറിവ് നേടുമ്പോഴാണ്. ഇതിപ്പം നമ്മൾ അറിയാതെയാണ് പലരും നമ്മൾ സംഗീതം പ്രാക്ടീസ് ചെയ്താൽ മതി, പക്ഷേ എങ്ങനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. കാരണം ഇതെല്ലാം ഓരോ ദിവസം നമ്മൾ അതിനോട് ചിലവഴിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. സംഗീതം നമുക്കറിയാം, അത് മനസ്സിന് തരുന്ന ഒരു സുഖം, ആനന്ദം, അത് കേൾക്കുന്നവർക്കും അത് പാടുന്നവർക്കും അത് ഉണ്ടാക്കുന്ന ആനന്ദം തന്നെയാണ് നമ്മുടെ ജീവിത ദൈർഘ്യത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് സംഗീതക്കാർ പലരും നമുക്കറിയാം വളരെ സന്തോഷവാന്മാരായിട്ടും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയമാണ്, ഒരു മാധ്യമമാണ് സംഗീതം. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ജീവിത ദൈർഘ്യം കൂട്ടുന്നതും വളരെ ക്വാളിറ്റേറ്റീവായിട്ടുള്ളൊരു ഒരു ലൈഫും സാധിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് വായുവിൽ നിന്ന് ഇത് എങ്ങനെയാണ് ഇത് മറ്റ് പലതിനും, ഇപ്പം ഫ്ലൂട്ടാണെങ്കിൽ അതിൻ്റെ സ്ഥാനങ്ങളുണ്ട്, കൈ കൊണ്ട് നിർണ്ണയിക്കാം, വയലിന് കൈ കൊണ്ട് നിർണ്ണയിക്കാൻ പറ്റും. ഇത് വായുവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സംഭവമാണ് അല്ലേ. നമ്മുടെ ഉള്ളിൽ നിന്ന് ശബ്ദം കൃത്യ അളവിൽ നമ്മുടെ വായു സ്തോഭം, നാഭിയിൽ നിന്ന് ത്യാഗരാജസ്വാമികൾ പറഞ്ഞിരിക്കുന്ന പോലെ നാഭി, ഹൃദ്, കണ്ഠ, രസന, ഇത് മൂന്നും ഇതെല്ലാം ആവശ്യമാണ് ഒരു ഗായകൻ. അപ്പോൾ അതാണ് കുറച്ചുകൂടെ നമ്മൾ അതിന് വേണ്ട ജീവിതചര്യകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേറൊരു ലെവലാണ് സംഗീതത്തിന്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നതിന് വലിയ ഒരു 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 എന്താ പറയുക, ഒരു പ്രസക്തിയുണ്ട് ഇക്കാലത്ത്. നമ്മൾ കോവിഡ് സമയത്ത് നമുക്കറിയാം, കൂട്ടായ്മകളൊന്നും സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സഹായിച്ച സംഗീതമാണ്, എന്നെ സഹായിച്ച സംഗീതമാണ്. എന്തായാലും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് നമ്മുടെ ഒരു ചെറിയ സ്റ്റുഡിയോയ്ക്കിരുന്ന് നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്തും പാടി റെക്കോർഡ് ചെയ്തും ഒക്കെ നമ്മളതിൻ്റെ തൃപ്തി കണ്ടെത്തി ജീവിതത്തിൽ. പക്ഷെ അതുകൊണ്ട് നമ്മൾ വളരെയധികം അതിൽ നിന്ന് തരണം ചെയ്യാൻ സാധിച്ചു. പക്ഷേ നമുക്കെപ്പോഴും അറിയാം, നമുക്കൊരു സൊസൈറ്റിയിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോഴും നമ്മളിൽ ഉള്ള ഈ ഒരു ഒറ്റപ്പെട്ടതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് പലരിലും കാണാൻ പറ്റും. ആ സമയത്തുള്ള വാർദ്ധക്യ അവസ്ഥയിലുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ വളരെ മോശം അവസ്ഥയാണ്. അക്കാലത്ത് അവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പല പല അവസ്ഥകളുണ്ട്. ഇപ്പോഴും അതിന് തുടരുന്നു. ആരോഗ്യ കാരണങ്ങൾ ഇപ്പോഴും അതിന് കോവിഡ് അനന്തരമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ ഇതിനെല്ലാം നമ്മൾ തരണം ചെയ്യുന്ന ഒന്നാണ് സംഗീതം നൽകുന്ന ആനന്ദവും അത് നിമിത്തം ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ആരോഗ്യവും. അപ്പം അത് ഇങ്ങനൊരു കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ ഇടയിൽ സജീവമാക്കി നിങ്ങളുടെ എന്താ പറയേണ്ട ഒരു ആനന്ദവും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡിവൈനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഒക്കെ. ഡിവൈൻ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരീയം ആകണമെന്നില്ല. മ്യൂസിക് ഇറ്റ് സെൽഫ് ഈസ് ഡിവൈൻ. വെദർ യു സിംഗ് ഈശ്വരനെ പറ്റി
അല്ല എങ്കിൽ കൂടി ആ സ്വരങ്ങൾക്ക്, നാദത്തിന്, അതാണ് നാദം. നമ്മൾ നാദാനുസന്ധാന യോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ശങ്കരാചാര്യർ പലതരത്തിലുള്ള എന്താ പറയുക ശരികൾ പറഞ്ഞതിൽ ഏറ്റവും യോഗ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും എളുപ്പവും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതും നാദാനുസന്ധാന യോഗം എന്ന് പറഞ്ഞാൽ സംഗീതം തന്നെ. അതുണ്ടാക്കുന്ന ചലനം, നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചലനം, അത് നമ്മളൊന്ന് ഒരു കണ്ണടച്ചിരുന്ന് നമ്മൾ പാടിയാൽ, കണ്ണടച്ചിരുന്ന് നമ്മൾ ശ്വസിച്ചാൽ അതിൻ്റെ ചലനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എന്താ പറയുക, അതിൻ്റെ വേവ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം നമ്മുടെ ഉള്ളിലാണ്, നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഏതായാലും ഇങ്ങനെ എന്നെ ക്ഷണിച്ചതിനും ഇതിൽ മൂന്നാമത്തെ അതിൻ്റെ വാർഷികാഘോഷ ചടങ്ങിൽ ഒരു അതിഥിയായി എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. സംഗീതം നിങ്ങൾക്കും ഇനിയും എന്താ പറയണ്ട ആനന്ദവും സമാധാനവും ഒക്കെ തരട്ടെ. മറ്റൊന്നും കൊണ്ടും അത് കിട്ടില്ല. അവനവന് പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന ഏത് കലയ്ക്കും അത് സാധിക്കും. സംഗീതം അതിൽ ഏറ്റവും ഉദാത്തമായ ഒന്നാണ്. അപ്പം അത് കേൾക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനൊന്നും യാതൊരു അല്പസ്വല്പം ജ്ഞാനം സംഗീതത്തിലുണ്ടായാൽ മതി. നിങ്ങൾക്കൊരു മുഴുനീള പരിപാടി കണ്ണുമടച്ചിരുന്ന് ആസ്വദിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് തരുന്ന, അത് മറ്റൊന്നിനും തരാൻ സാധിക്കില്ല. ആ ഒരു സമാധാനം അത് കഴിയുമ്പോൾ എനിക്ക് തന്നെ കുട്ടിക്കാലത്തും ഒക്കെ അനുഭവമുള്ളതാണ്. നമ്മളൊരു വലിയൊരു വ്യക്തി, ഒരു വിശിഷ്ടമായ ഒരു സംഗീത കച്ചേരി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബാലമുരളി കൃഷ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും MD രാമനാഥൻ തുടങ്ങിയവരുടെയൊക്കെ സംഗീത കച്ചേരികൾ ലൈവായിട്ട് ഞാൻ കേൾക്കാൻ പോയിട്ടുള്ള സമയങ്ങളിൽ അന്ന് അത് തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദുഃഖമാണ്, തീർന്നല്ലോ എന്ന്. പിന്നെ രാത്രി മുഴുവൻ ഇതിൻ്റെ ഒരു ഉറക്കമില്ല. ഇവർ പാടിയതിൻ്റെ ഒരു രാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്വയം പാടി രാത്രി മുഴുവൻ ചെലവഴിച്ചിരുന്ന കാലങ്ങളുണ്ട്. കാരണം അത് തരുന്ന ഊർജം അതാണ്. അത് മറ്റൊന്നിനും നമുക്ക് തരാൻ സാധിക്കില്ല. ഏതായാലും സംഗീതത്തിൻ്റെ ഒരു പരിപാടിയായതുകൊണ്ട് ഞാൻ ചെറിയ ഒരെണ്ണം പാടിയിട്ട് ഞാൻ പിൻവാങ്ങാം. എൻ്റെ അച്ഛൻ എഴുതിയ ഒരു ഡിവോഷണലാണ്. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. സകല ലോക സുഖകരം സകല ലോക സുഖകരം നിൻമഹിമാഗാരം മനോഹരം. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. ചേതോഹരം സുഖശീതോപചാരം ചേതോഹരം സുഖശീതോപചാരം ഏകാന്താദരം പകരും വിചാരം
ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം ആദി മാതാവും അല്ലായും അനന്ത കൃഷ്ണനും പ്രേമ ക്രിസ്തുവും നീ വേദാന്തമേ വേദാന്തമേ നിന്നാനന്ദരൂപം വേദാന്തമേ നിൻ ആനന്ദരൂപം ഓംകാരമേ നിൻ പ്രശാന്തി മന്ത്രം ഓംകാരമേ നിൻ പ്രശാന്തി മന്ത്രം ഏതു നാമവും ഏതു നാമവും ഏതു നാമവും ഏതു നാമവും ചേതോഹരം ശിവനെ ശിവനു തിരുമകനെ പിള്ള ഗണപതിയേ ഗണപതിയേ നിന്നെ കൈലാസത്തിൽ പെരുമാൾ തിരുമുമ്പിൽ അച്ഛനു കാവലായി അമ്മ ഇരുത്തി കുളിക്കാൻ പോയി ശ്രീ ഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണര് തുയിലുണര് ശ്രീ മഹാദേവനും ശ്രീ പാർവതിക്കും പൊന്നായി വളർന്നവനേ തുയിലുണര് തുയിലുണര് ആനമുഖവനുക്ക് முதலமிருதூனுக்கு ஐயா துயிலுணரு ஐயா துயிலுணரு ശ്രീ ഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണര്